I would like to thank my esteemed colleagues, ministers from the state government, our beloved DC, Megha Shri ma'am, and all the other officials who are on stage. Somebody translate. ഞാൻ ആദ്യമായി ഈ വേദിയിലുള്ള മന്ത്രിമാർ ഉൾപ്പെടെ കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. I'm sorry I have lost my voice because in Delhi I was protesting, shouting many slogans, and it seems my voice has gone today. ക്ഷമിക്കണം, ഞാൻ ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിൽ മുദ്രാവാക്യം വിളിക്കുകയെല്ലാം ചെയ്തുകൊണ്ട് എൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. So when I was coming here, I was thinking of the great work that all of you have done. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, നിങ്ങൾ ആ കഷ്ടസമയത്ത് നിങ്ങൾ നടത്തിയ ഏറ്റവും നല്ല പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. And I was thinking that whenever a natural disaster struck Wayanad, the people of Wayanad have really stood together and done everything in their power to help those who have been hurt and who are suffering. ഞാൻ ആലോചിക്കുകയായിരുന്നു, എപ്പോഴെല്ലാം വയനാട്ടിൽ വലിയൊരു ദുരന്തം ആഞ്ഞടിച്ചിട്ടുണ്ടോ അന്നെല്ലാം വയനാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറം അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. And I want each one of you sitting here, every officer of every force, every department that has been part of the rescue and relief effort, I want each one of you to feel proud of yourselves today because you have served your country by serving your countrymen. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാ വകുപ്പുകളിലുമുള്ളവർ ഇവിടെയുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അഭിമാനം തോന്നണം. കാരണം നിങ്ങൾ ഈ രാജ്യത്തിനും നിങ്ങളുടെ സഹ മനുഷ്യർക്കും വേണ്ടി നിങ്ങൾ ചെയ്തിരിക്കുന്നത് എത്രയും വലിയ സേവനമാണെന്നോർത്ത് അഭിമാനം തോന്നണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. This is the spirit of India. This is the spirit of our independence revolution. And this is the spirit we must keep alive at all costs. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവ്, നമ്മുടെ വികാരം ഇതാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരം മുതൽ നമ്മുടെ രാജ്യത്തെ ഓരോ മനുഷ്യരുടെയും വികാരമാണ് നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്. The spirit of unity, of brotherhood, of sisterhood. നിങ്ങളുടെ ഏകത്വത്തിൻ്റെയും അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെയും എല്ലാം ഏറ്റവും വലിയ ഒരു സ്പിരിറ്റാണ് ആ കണ്ടത്. When you are looking for people buried in the mud and rubble, you don't ask which state they come from. You don't ask what their religion is. You don't ask what their caste is. You don't ask what their age is, what their gender is. You simply reach out to a fellow human being, a fellow Indian, and you help them. നിങ്ങൾ ആ കുത്തിയൊലിച്ചു വന്ന മണ്ണിൽ മനുഷ്യർ അകപ്പെട്ടപ്പോൾ നിങ്ങൾ ഒരിക്കലും അവർ ഏത് സംസ്ഥാനത്ത് നിന്നുള്ളവർ ആണ് എന്ന് അന്വേഷിച്ചില്ല, ഏത് മതത്തിൽ നിന്നുള്ളവരാണെന്ന് അന്വേഷിച്ചില്ല, ഏത് ജാതിയിൽ നിന്നാണ് എന്ന് ചോദിച്ചില്ല, അവരുടെ വയസ്സ് എത്രയാണെന്നോ അവർ ആണാണോ പെണ്ണാണോ എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. പകരം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തിയത്. This love, this compassion, this courage and this sense of duty is what built our nation. ഈ സ്നേഹം, ഈ കരുത്ത്, ഈ ഒരുമ, ഈ ഉത്തരവാദിത്വ ബോധമാണ് നമ്മുടെ രാജ്യത്തെ കെട്ടിപ്പടുത്തിട്ടുള്ളത്. People like you who in a moment of crisis thought beyond themselves. ഇത്തരത്തിലൊരു ദുരന്ത മുഖത്ത് നിങ്ങളെക്കാൾ നിങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് നിങ്ങൾക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാൻ, മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ വികാരം. People who are willing to risk their own life to save another. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്താൻ തയ്യാറായവരാണ് നിങ്ങൾ. That is what true service is. അതാണ് യഥാർത്ഥത്തിലുള്ള സേവനം എന്ന് പറയുന്നത്. And our country from thousands of years ago has showed that is what our strength is. ഈ രാജ്യം നമ്മുടെ ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ തന്നെ നമ്മളോട് തെളിയിച്ചു തന്നിട്ടുണ്ട് നമ്മളുടെ യഥാർത്ഥ കരുത്ത് ആ ഒരുമയാണ് എന്നുള്ളത്. We lost many lives in the last landslide and we lost some lives in this landslide as well. നമ്മൾ കഴിഞ്ഞ ദുരന്തത്തിൽ നമുക്ക് ഒട്ടേറെ ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. ഈ ദുരന്തത്തിലും നമുക്ക് ജീവനുകൾ നഷ്ടപ്പെട്ടു. I pay homage to all those who passed away and give my love, affection and support and the love and support of all of us UDF members and the state government officials, ministers and everybody, and we are here to support you and to help you through these difficult times.
അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇന്ന് ഇവിടെയുള്ള എല്ലാവരും, നമ്മുടെ മന്ത്രിമാർ, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ ഉദ്യോഗസ്ഥർ എല്ലാവരും ആ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി വേണ്ട പിന്തുണ കൊടുക്കാനും അവർക്ക് എല്ലാ സഹായങ്ങളും എത്തിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. Today is the day that we are celebrating your courage and your spirit of service and of duty. നമ്മൾ ഇന്ന് ഈ ദിവസം നമ്മൾ നിങ്ങളുടെ കരുത്തിൻ്റെയും നിങ്ങളുടെ ധൈര്യത്തിൻ്റെയും നിങ്ങളുടെ ഉത്തരവാദിത്വ ബോധത്തിൻ്റെയും വികാരത്തെയും നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്നിവിടെ. But as it happens, it's also a very important day today in the modern history of our nation. അത് സംഭവിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. Just like all of you put something bigger than you before yourselves, thousands and thousands of young students all across India have been protesting for their rights, putting the future of the youth of India ahead and more important than themselves. നിങ്ങളുടെ ജീവിതത്തെക്കാൾ അപ്പുറത്തേക്ക് നിങ്ങളുടെ പ്രയത്നം കൊണ്ടു നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ അവരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഈ രാജ്യത്തിൻ്റെ താല്പര്യത്തെ മുൻനിർത്തി പ്രതിഷേധങ്ങൾ അരങ്ങേറിയതിൻ്റെ ഒരു ദിവസവും കൂടിയായിരുന്നു. Every attempt at applying force on them and oppressing their voices on the part of the government failed. ഈ രാജ്യത്തെ പല ഭാഗങ്ങളിൽ അവരുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. And today their will has prevailed. The government has been forced to bend to their demand of the education minister resigning. അവരുടെ എല്ലാ കരുത്തും ഇന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇന്ന് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു ആ പ്രതിഷേധത്തിന്റെ മുന്നിൽ. So today is also a day that we renew our hope in the vibrancy of our democracy, in the strength of our people, and we feel proud that we have a younger generation willing to serve, willing to build a future, willing to put themselves forward at all costs. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മളുടെ ചെറുപ്പക്കാർ ഇന്ന് നടത്തിയ പോരാട്ടത്തെ, ജനാധിപത്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടത്തെ കൂടി നമ്മൾ അഭിവാദ്യം ചെയ്യുന്ന ഒരു ദിവസമാണ്. So it's an important day that you are being felicitated today. On this day, I would also like to thank all parties across all political ideologies, all the workers, all the officials of all parties who helped in the rescue efforts and who put themselves forward to help other people who are in distress. അതുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും നമ്മളുടെ ഈ വിജയത്തിൻ്റെ ഈ ആഹ്ലാദത്തിൻ്റെ ദിവസത്തിൽ ഞാൻ അനുമോദിക്കുകയാണ്. നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ ആശയങ്ങളിലും പെട്ട എല്ലാ ആശയങ്ങളിലും പെട്ട ചെറുപ്പക്കാർ ഒരുമിച്ച് വന്നിരുന്നു. അവരെ എല്ലാവരുടെയും നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ നാടിന് വേണ്ടി നമ്മൾ ചെയ്ത സേവനത്തെ ആഹ്ലാദിക്കുന്ന ഒരു ദിവസമാണ്. അതിന് ഞാൻ നിങ്ങൾക്ക് എല്ലാവരെയും അനുമോദിക്കുന്നു. Thank you all on behalf of those who you rescued, on behalf of their families, on behalf of all of us. നിങ്ങൾ രക്ഷപ്പെടുത്തിയവർ, അവരുടെ കുടുംബങ്ങൾ, അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു. I wish you all the best. Jai Hind. നിങ്ങൾ എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ ആശംസകൾ നൽകുന്നു. ജയ് ഹിന്ദ്. ഈ അപകട Sanjay. Max with dog holding officer Jidil.
It's Rambo with dog holding officer Sanjay. അടുത്തതായി മാക്സ് വിത്ത് ഡോഗ് ഹാൻഡ്ലിംഗ് ഓഫീസർ ജിതിൽ. മാക്സ് വിത്ത് ഡോഗ് ഹാൻഡ്ലിംഗ് ഓഫീസർ ജിതിൽ. അടുത്തതായി റൂബി with dog handling officer DN Rao. Ruby with dog handling officer DN Rao. അടുത്തതായി Lara with dog handling officer Somasundaram and Bhaskar. Lara with Somasundaram and Bhaskar. അടുത്തതായി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ടീമിനെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. കള്ളാടി മണ്ണിടിച്ചിൽ അപകട സമയത്ത് വയനാടിന്റെ കാവൽക്കാരായി പ്രവർത്തിച്ച റവന്യൂ വകുപ്പിന് ആദരം നൽകുകയാണ്. ജില്ലയിൽ അപകടം നടന്ന നിമിഷം മുതൽ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് പ്രവർത്തിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ DR മേഘശ്രീ IASന്റെയും ഇൻസിഡന്റ് കമാൻഡർ ഓഫീസറായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ADM ശ്രീ അജീഷ് K സാറിന്റെയും സബ് കളക്ടർ ശ്രീ അതുൽ സാഗർ IASന്റെയും നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് വളരെ അഭിനന്ദാർഹമായ പ്രവർത്തനമാണ് നടത്തിയത്. നമുക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന മുഴുവൻ റവന്യൂ വകുപ്പിനെയും ആദരിക്കുകയാണ്. ഈ അതിജീവന ദൗത്യത്തിന്റെ നിർണായകമായ പങ്ക് വഹിച്ച റവന്യൂ ടീം അംഗങ്ങളെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ എല്ലാവരും നല്ല കയ്യടിയോടുകൂടി അവർക്ക് ആദരം അർപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി DDMA വയനാട് ആൻഡ് ടീം. കള്ളാടി മണ്ണിടിച്ചിൽ അപകട സമയത്ത് ജില്ലാ കളക്ടർ ചെയർപേഴ്സണായ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കോ ചെയർപേഴ്സണും അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അംഗവും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ അതോറിറ്റിയിൽ ജില്ലാ പോലീസ് മേധാവി, ജില്ലാ മെഡിക്കൽ ഓഫീസർ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ എന്നിവരും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് പ്രതിനിധികളും അംഗങ്ങളാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതിന് DDMA വയനാട് ടീമിനെ ഏറെ സ്നേഹത്തോടെ ആദരം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുകയാണ്. അതുപോലെ കോർ കമ്മിറ്റി അംഗങ്ങളായ ഡിസ്ട്രിക്ട് ജിയോളജിസ്റ്റ്, ഡിസ്ട്രിക്ട് സോയിൽ കൺസർവേഷൻ ഓഫീസർ, ഡിസ്ട്രിക്ട് ടൗൺ പ്ലാനർ, PWD ബിൽഡിംഗ്സ് വകുപ്പ് എന്നീ വകുപ്പുകളുടെ വഹിച്ച പങ്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നല്ല കയ്യടിയോടുകൂടി അവർക്ക് ആദരമർപ്പിക്കാം. അടുത്തതായി ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് ആൻഡ് ടീം. ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് ആൻഡ് ടീം. കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് നമ്മുടെ പോലീസ് സേനയും ജില്ലാ പോലീസ് മേധാവിയും രക്ഷാപ്രവർത്തനം സുഗമമായും സുരക്ഷിതമായും നടത്താൻ വലിയ പങ്കാണ് വഹിച്ചത്. രക്ഷാപ്രവർത്തനം നടത്താൻ ആവശ്യമായ ട്രാഫിക് നിയന്ത്രണങ്ങൾ നടത്തി പ്രദേശത്ത് ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ജില്ലാ ഭരണകൂടവും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസുമായി ചേർന്ന് കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ആണ് സാക്ഷ്യം വഹിച്ചത്. ആദരം ഏറ്റുവാങ്ങുന്നതിന് ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് ആൻഡ് ടീമിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്തത് NDRF ആൻഡ് ടീം. അടുത്തത് NDRF ആൻഡ് ടീം. വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിവേഗം എത്തിച്ചേർന്ന് സാങ്കേതിക പരിജ്ഞാനത്തോടെ തിരച്ചിലിന് കരുത്തുപകർന്ന ദേശീയ ദുരന്ത നിവാരണ സേനയെ NDRFനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. വയനാടിന്റെ ആദരം ഏറ്റുവാങ്ങുന്നതിന് നല്ല
അടുത്തതായി ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് വയനാട് ആൻഡ് ടീം. അടുത്തതായി ആദരം ഏറ്റുവാങ്ങുന്നതിന് ക്ഷണിക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് വയനാട് ആൻഡ് ടീമിനെയാണ്. മണ്ണിടിച്ചിൽ അപകടം നടന്നപ്പോൾ ആദ്യം തന്നെ എത്തി സ്വന്തം ജീവൻ പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ അഗ്നിശമന സേനാ രക്ഷയിലെ അംഗങ്ങളെ, ഉദ്യോഗസ്ഥരെ നന്ദിപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദരം ഏറ്റുവാങ്ങുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. അടുത്തത് ജില്ലാ പഞ്ചായത്ത് ആൻഡ് ടീം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ നിറസാന്നിധ്യമായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ചന്ദ്രിക കൃഷ്ണന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ആദരം ഏറ്റുവാങ്ങുന്നതിനായി ജില്ലാ പഞ്ചായത്ത് ആൻഡ് ടീമിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് ആൻഡ് ടീം, നല്ലൊരു കയ്യടി കൊടുക്കാം. അടുത്തത് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ആൻഡ് ടീം. അടുത്തതായി ആദരം ഏറ്റുവാങ്ങുന്നത് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ആൻഡ് ടീമാണ്. സ്വന്തം നാടിന്റെ വേദനയിൽ ആദ്യാവസാനം കൂടെ നിന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും ജീവനക്കാരെയും ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരം ഏറ്റുവാങ്ങുന്നതിനായി ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായി സൗത്ത് വയനാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസ് ആൻഡ് ടീം ആണ് ആദരം ഏറ്റുവാങ്ങുന്നതിനായി കടന്നെത്തേണ്ടത്. സൗത്ത് വയനാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസ് ആൻഡ് ടീം. വനമേഖലയിലെ തിരച്ചിലിന് നമ്മെ സഹായിച്ച ദക്ഷിണ വയനാട് ഫോറസ്റ്റ് ഡിവിഷനിലെ ഉദ്യോഗസ്ഥരെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി DMO വയനാട് ആൻഡ് ടീമാണ് ആദരം ഏറ്റുവാങ്ങുന്നതിനായി എത്തേണ്ടത്. പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കിയ ജില്ലാ മെഡിക്കൽ ഓഫീസറെയും ആരോഗ്യ വകുപ്പ് ടീമിനെയും ആദരം ഏറ്റുവാങ്ങുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. സൗത്ത് വയനാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആദരം ഏറ്റുവാങ്ങുകയാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം. അടുത്തതായി DMO വയനാട് ആൻഡ് ടീമാണ് ആദരം ഏറ്റുവാങ്ങുന്നത്. പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കിയ DMO വയനാട് ആൻഡ് ടീം ഏറെ പ്രശംസ അർഹിക്കുന്നു. PWD റോഡ്സ് ആൻഡ് ടീം. അടുത്തത് PWD റോഡ്സ് ആൻഡ് ടീമിനെയാണ് ആദരം അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നത്. മണ്ണിടിച്ചിലിൽ തകർന്ന റോഡുകളും പാലങ്ങളും അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ നടത്തി രക്ഷാപ്രവർത്തനത്തിന് വഴിയൊരുക്കിയ പൊതുമരാമത്ത് വകുപ്പിലെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ജീവനക്കാരെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. PWD റോഡ്സ് ആൻഡ് ടീം ആദരം ഏറ്റുവാങ്ങുന്നു. അടുത്തതായി ആദരം ഏറ്റുവാങ്ങുന്നത് PWD ബ്രിഡ്ജസ് ആൻഡ് ടീമാണ്. അടുത്തതായി ഇൻഫർമേഷൻ ആൻഡ് മീഡിയ ടീം, ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ആൻഡ് മീഡിയ ടീം. കൃത്യമായ വിവരങ്ങളും വാർത്തകളും പൊതുജനങ്ങളിലേക്ക് എത്തിച്ച ജില്ലാ ഇൻഫർമേഷൻ ആൻഡ് മീഡിയ ടീമിനെ ബഹുമാനപ്പെട്ട മന്ത്രിമാരിൽ നിന്നും MP-യിൽ നിന്നും ആദരം ഏറ്റുവാങ്ങുന്നതിന് ക്ഷണിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്തതായി സിവിൽ സപ്ലൈസ് ആൻഡ് ടീം. അടുത്തതായി ആദരം ഏറ്റുവാങ്ങുന്നത് സിവിൽ സപ്ലൈസ് ആൻഡ് ടീമാണ്. ക്യാമ്പുകളിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ച ജില്ലാ സിവിൽ സപ്ലൈസ് വകുപ്പിനെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം.
സിവിൽ സപ്ലൈസ് ആൻഡ് ടീമിന് അടുത്തതായി ULCCS ആൻഡ് ടീമിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. യന്ത്ര സാമഗ്രികളും സാങ്കേതിക പിന്തുണയും നടത്തി രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയ വയനാടിന് കൈത്താങ്ങായ ULCCS ടീമിനെ ബഹുമാനപ്പെട്ട മന്ത്രിമാരിൽ നിന്നും MP-യിൽ നിന്നും ആദരം ഏറ്റുവാങ്ങുന്നതിന് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ULCCS ആൻഡ് ടീം, നല്ലൊരു കയ്യടി കൊടുക്കാം. PWD ബ്രിഡ്ജസ് ആൻഡ് ടീമാണ് ഇപ്പോൾ ആദരം ഏറ്റുവാങ്ങുന്നത്. മണ്ണിടിച്ചിൽ തടർന്ന റോഡുകളും പാലങ്ങളും അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കി രക്ഷാപ്രവർത്തനത്തിന് വഴിയൊരുക്കിയ പൊതുമരാമത്ത് വകുപ്പിലെ ബ്രിഡ്ജസ് ആൻഡ് ടീമിനെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ടീമിനെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ്. മണ്ണിടിച്ചിൽ അപകട സമയത്ത് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ടീമിനെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ്. ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ടീമിനെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ്. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ടീം. SKSSF വിഖായ ടീമിനെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ്. പുത്തുമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുകളിൽ മാസങ്ങളോളം സന്നദ്ധ സേവനമനുഷ്ഠിച്ച അതേ പ്രതിബദ്ധതയോടെയാണ് SKSSF വിഖായ ടീം കള്ളാടി മണ്ണിടിച്ചിൽ അപകട സമയത്ത് രംഗത്തിറങ്ങിയത്. അപകടമുണ്ടായ ആദ്യ നിമിഷം മുതൽ അവസാനം വരെ 50-ലധികം പ്രവർത്തകരെ കൃത്യമായി വിന്യസിക്കാൻ സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. SKSSF വിഖായ ടീമിനെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. മുൻകാല അനുഭവങ്ങളിൽ നിന്ന് നേടിയ വൈദഗ്ധ്യം കള്ളാടിയിലെ രക്ഷാപ്രവർത്തനത്തെ ഏറെ സഹായകരമായി എന്ന് എടുത്തു പറയേണ്ടതാണ്. വിഖായ ടീമിനെ ആദരം ഏറ്റുവാങ്ങുന്നതിന് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആദരം ഏറ്റുവാങ്ങുന്നത് SKSSF വിഖായ ടീം. അടുത്തത് തുർക്കി ജീവൻ രക്ഷാ ടീം. കുത്തിയൊഴുകുന്ന മീനാക്ഷിപ്പുഴയിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഇറങ്ങി സന്നദ്ധ രക്ഷാപ്രവർത്തനം നടത്തിയ തുർക്കി ജീവൻ രക്ഷാ ടീമിനെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. 40 വർഷത്തോളമായി വയനാടിന്റെ സ്വന്തം ജനകീയ രക്ഷാപ്രവർത്തന ടീമാണ് തുർക്കി ജീവൻ രക്ഷാ ടീം. തുർക്കി ജീവൻ രക്ഷാ ടീമിനെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. അടുത്തത് യൂത്ത് കോൺഗ്രസ് ആൻഡ് ടീം. രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസത്തിനും കൈകോർത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
Aptamitra and team. DYFI and team. DYFI and ടീമിനെ ഏറെ സ്നേഹത്തോടെ ആദരം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുകയാണ്. സന്നദ്ധ സേവനവുമായി രംഗത്തിറങ്ങിയ DYFI പ്രവർത്തകരെ ആദരം ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. DYFI and ടീമിനെ ആദരം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. അടുത്തതായി സേവാഭാരതി ആൻഡ് ടീം. സേവാഭാരതി ആൻഡ് ടീമിനെ സേവാഭാരതി ആൻഡ് ടീം ആദരം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുകയാണ്. വൈറ്റ് ഗാർഡ് ആൻഡ് ടീം. വൈറ്റ് ഗാർഡ് ആൻഡ് ടീമിനെ ആദരം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുകയാണ്. സന്നദ്ധ സേവനമായി രംഗത്തുണ്ടായിരുന്ന വൈറ്റ് ഗാർഡ് ആൻഡ് ടീമിനെ വയനാടിന്റെ ആദരം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുകയാണ്. SYS സാന്ത്വനം ടീം ആദരം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുകയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ SYS സാന്ത്വനം ടീമിനെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. SYS സാന്ത്വനം ടീം. അടുത്തത് IRWനെ ആദരം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. സന്നദ്ധ സേവനവുമായി കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തമുഖത്തുണ്ടായിരുന്ന IRW ടീമിനെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ്. വൈറ്റ് ഗാർഡ് ആൻഡ് ടീം ആദരം ഏറ്റുവാങ്ങുകയാണ്. വൈറ്റ് ഗാർഡ് ആൻഡ് ടീം വയനാടിന്റെ ആദരം ഏറ്റുവാങ്ങുകയാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം. IRW and ടീം. സന്നദ്ധ സേവനവുമായി രംഗത്തുണ്ടായിരുന്ന IRW and ടീമിനെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ്. IRW and ടീം. SYS സാന്ത്വനം ടീം ആദരം ഏറ്റുവാങ്ങുകയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കള്ളാടി മണ്ണിടിച്ചിൽ അപകട സമയത്ത് മുൻനിരയിലുണ്ടായിരുന്ന SYS സാന്ത്വനം ടീമിനെ ആദരം നൽകുകയാണ്. പൾസ് എമർജൻസി ആൻഡ് ടീം. അടുത്തത് പൾസ് എമർജൻസി ആൻഡ് ടീം. അടിയന്തര വൈദ്യസഹായവുമായി ഓടിയെത്തിയ പൾസ് എമർജൻസി ആൻഡ് ടീമിനെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
പൾസ് എമർജൻസി ആൻഡ് ടീമിനെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചിട്ടുണ്ട്. പൾസ് എമർജൻസി ആൻഡ് ടീം ആദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. അടിയന്തര വൈദ്യസഹായവുമായി ഓടിയെത്തിയ പൾസ് എമർജൻസി ആൻഡ് ടീമിന് ആദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി ദുരന്തത്തിന്റെ ഓരോ നിമിഷവും ജനങ്ങളിലേക്ക് എത്തിച്ച സത്യസന്ധമായ വാർത്താ റിപ്പോർട്ടിംഗിലൂടെ രക്ഷാപ്രവർത്തനത്തിന് പിന്തുണ നൽകിയ എല്ലാ ദൃശ്യശ്രവ്യ അച്ചടി മാധ്യമങ്ങളെയും വാർത്താ ഏജൻസികളെയും ആദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു. '24 ന്യൂസ് ആൻഡ് ടീം, ബിഗ് TV ആൻഡ് ടീം, റിപ്പോർട്ടർ TV ആൻഡ് ടീം ഓരോരുത്തരായി കടന്നു വരണം. 24 ആൻഡ് ടീം, ബിഗ് TV ആൻഡ് ടീം, റിപ്പോർട്ടർ TV ആൻഡ് ടീം. ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളെ, വാർത്താ ഏജൻസികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ആദരം ഏറ്റുവാങ്ങാനായി ഓരോരുത്തരെയായി ക്ഷണിക്കുന്നു. 24 ന്യൂസ് ആൻഡ് ടീം, ബിഗ് TV ആൻഡ് ടീം, റിപ്പോർട്ടർ TV ആൻഡ് ടീം, കൈരളി ന്യൂസ് TV ആൻഡ് ടീം, മനോരമ ന്യൂസ് ആൻഡ് ടീം, മീഡിയ 1 ആൻഡ് ടീം, വയനാട് വിഷൻ ആൻഡ് ടീം, മലനാട് ന്യൂസ് ആൻഡ് ടീം, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ടീം, ഇൻഡോ ഏഷ്യൻ ന്യൂസ് സർവീസ് ആൻഡ് ടീം, ഷെഖേന ന്യൂസ് ആൻഡ് ടീം, ഏഷ്യാനെറ്റ് ന്യൂസ് ആൻഡ് ടീം, ന്യൂസ് മലയാളം ആൻഡ് ടീം, ന്യൂസ് 18 കേരള ആൻഡ് ടീം, ദൂരദർശൻ ആൻഡ് ടീം, മാതൃഭൂമി ഡെയിലി ആൻഡ് ടീം, മലയാള മനോരമ ആൻഡ് ടീം, ദേശാഭിമാനി ആൻഡ് ടീം, മാധ്യമം ആൻഡ് ടീം, സുപ്രഭാതം ആൻഡ് ടീം, ചന്ദ്രിക ഡെയിലി ആൻഡ് ടീം, കേരള കൗമുദി ആൻഡ് ടീം, വീക്ഷണം ആൻഡ് ടീം, ജനയുഗം ആൻഡ് ടീം, ജന്മഭൂമി ആൻഡ് ടീം, സിറാജ് ഡെയിലി ആൻഡ് ടീം, മംഗളം ആൻഡ് ടീം, ദീപിക ഡെയിലി ആൻഡ് ടീം, The Hindu and team, The New Indian Express and team, Times of India and team, Akashvani and team, Radio Machuli and team. നമ്മുടെ ബഹുമാനപ്പെട്ട MP പ്രിയങ്ക ഗാന്ധിക്ക് അത്യാവശ്യമായി പോകേണ്ടതിനാൽ ഒരു ചെറിയ ഇടവേള നാം എടുക്കേണ്ടതുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട MP പ്രിയങ്ക ഗാന്ധിക്ക് അത്യാവശ്യമായി ഇവിടെ നിന്ന് പോകേണ്ടതിനാൽ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. തുടർന്ന് ബഹുമാനപ്പെട്ട മന്ത്രിമാർ എത്തിച്ചേർന്ന ബാക്കിയുള്ള എല്ലാ റെസ്ക്യൂ വാരിയേഴ്സിനും ആദരം അർപ്പിക്കുന്നതാണ്.